യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മഞ്ചാടി, 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 ഒന്ന് നിന്നേ മഞ്ചാടി. ഞാൻ മഞ്ചാടി ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇടയ്ക്ക് 2-3 തവണ ഞാൻ വിളിച്ചപ്പോ മഞ്ചാടി ഫോൺ എടുത്തില്ല. ഇപ്പൊ എന്തിനാ ചേച്ചി വിളിച്ച്? എനിക്ക് ക്ലാസ് ഉണ്ട്. മഞ്ചാടിക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമാണല്ലേ? ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? പാകിസ്ഥാനെ നമ്മള് ശത്രുരാജ്യമായി കാണുന്നത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളായതുകൊണ്ടാണോ? മനസ്സിലായി. ഗോകുലേട്ട് നിന്നോട് തെറ്റിയതെന്ന് തന്നെയാ നീ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ലേ? പിന്നെ എന്നെ ദ്രോഹിച്ചതിന്റെ പേരില് അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അയാളോടുള്ള വെറുപ്പ് കൂടെയുള്ളൂ. ഇല്ല മഞ്ചാടി, നിനക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. അങ്ങനെ ഗോകുലേട്ടൻ ഒരിക്കലും ചെയ്യില്ല. ആദ്യമൊക്കെ ഞങ്ങളും ഗോകുലേട്ടനെ സംശയിച്ചിരുന്നു. പക്ഷേ ഗോകുലേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചതുകൊണ്ട് മാത്രം അയാൾ നിരപരാധിയാവില്ലല്ലോ. അനുഭവിച്ചത് ഞാനല്ലേ? ഇരയായ ഞാൻ അയാളെ ചൂണ്ടിക്കാണിക്കുന്നിടത്തോളം കാലം അയാൾ കുറ്റവിമുക്തനാവാൻ പോകുന്നില്ല. മഞ്ചാടി പ്ലീസ്, നിനക്ക് ഗോകുലേട്ടനോട് നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടക്കേടും വൈരാഗ്യവും ഒക്കെ കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്റെ ഏട്ടനെ കേൾക്കാൻ തയ്യാറായ ബാക്കി എല്ലാവർക്കും ഗോകുലേട്ടന്റെ നിരപരാധിത്വം മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഈ ബാക്കിയെല്ലാവരും? നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ബലത്തില് ചിലരെയൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എന്നെ അപമാനിച്ചവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. മഞ്ചാടി നിൽക്ക്. നീ നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്റെ ഏട്ടനെ കുരുക്കിയത്? അവനല്ലേ സത്യത്തിൽ നിന്നെ ചതിച്ചത്? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. പ്രതിയുടെ സഹോദരി എന്നെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നൊരു പരാതി കൊടുത്താലേ ഏട്ടനെ പോലെ അനിയത്തിയും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ പോയി പരാതി കൊടുക്കടി. എന്നിട്ടേ ചെയ്യാത്ത തെറ്റിന് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തം നീ ജയിലിലേക്ക് അയക്ക്. നിന്റെ കുടുംബത്തെ സഹായിച്ചതിന് ഞങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. എന്റെ കുടുംബത്തെ നിങ്ങൾ സഹായിച്ചെന്നോ? എപ്പോ? പണ്ട് അനുചേച്ചി ഇന്ദ്രേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണെങ്കിൽ ആ സഹായത്തിന്റെ പേരിലും ഇപ്പൊ ഞങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഇപ്പോഴും നിനക്ക് മാത്രമേ ഞങ്ങളുടെ ശത്രുത ഉള്ളൂന്നാ. നിന്റെ കുടുംബത്തിലെ ബാക്കി മിക്കവരും ഗോകുലേട്ടൻ നിരപരാധിയാണെന്നുള്ള വിശ്വാസത്തില് ഞങ്ങളോട് സൗഹൃദത്തിൽ തന്നെയാ. ഇല്ലെങ്കിൽ രഘുവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ എന്റെ അച്ഛന്റെ സഹായം സ്വീകരിക്കൂ. കൊള്ളാം. പുതിയ കഥയുണ്ടാക്കി എന്റെ മനസ്സ് മാറ്റാൻ നോക്കുവാണോ? രഘുവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ദാസങ്ങൾ പണം കെട്ടിവെച്ചിട്ടാ. ദാസങ്ങളുടെ ആ പണം എവിടുന്ന് കിട്ടിയെന്ന് കൂടി നീ ചെന്ന് ചോദിക്കും മഞ്ചാടി. തീർന്നില്ല. രഘുവേട്ടന് ജോലി നൽകിയതും ഇന്ദ്രേട്ടന് ഒരു ആക്സിഡന്റ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 15 ലക്ഷം രൂപ നൽകിയതും എന്റെ അച്ഛനാ. ഗോകുലേട്ടൻ നിരപരാധിയാണെന്ന് തോന്നാതെ ഇവരാരെങ്കിലും എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊന്നും ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല. നീ ഗോകുലേട്ടനെ അല്പം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് പറഞ്ഞു പോയത്. ഇനി നിന്റെ വീട്ടുകാർ തന്നെ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളൂ. അതിനുവേണ്ടി ചില തെളിവുകൾ കണ്ടെത്താൻ രഘുവേട്ടൻ അടക്കമുള്ളവർ ശ്രമിക്കുന്നുമുണ്ട്. അതോടെ നിനക്ക് മനസ്സിലാവും നിന്റെ യഥാർത്ഥ ശത്രു ആരാണെന്നും മിത്രം ആരാണെന്നും.